ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഖമാണോ? എല്ലാവർക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. ആ പേരുള്ളവരെല്ലാം പ്രത്യേകം ഓർക്കാണ്. എല്ലാ ദൈവ കുഞ്ഞുങ്ങളെ, ഹാപ്പി ഫീസ്റ്റ് പറഞ്ഞേ. ഓക്കെ, നമ്മുടെ സഹോദരങ്ങളെ, സന്തോഷമാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് പിന്നെ ഇവിടെ നമുക്കൊരു സന്തോഷവും കൂടി ഉള്ളത്, നമുക്ക് കുറവിലങ്ങാട് നമുക്കറിയാം PDMന്റെ ഒരു ചെറിയ ഹൗസ് ഉള്ള കാര്യം നമുക്കറിയാം. വാടക വീട്ടിലൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്തായാലും ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് നമ്മൾ ചെറിയൊരു PDMന്റെ ഒരു താമസഭവനം ചെറുതായി വെഞ്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിയോളജിയൻസിനൊക്കെ ഉൾപ്പെട്ട പട്ടം കിട്ടാനുള്ള പ്രദേശം വളരെ പഠിക്കുന്നവർക്ക് താമസിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് അത്. അതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളോട് പറയാതെ എന്തായാലും ഒരു കാര്യം ചെയ്യല. അപ്പൊ നിങ്ങൾക്ക് ആത്മന പങ്കുചേരാനേ പറ്റുള്ളല്ലോ. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഏതായാലും പ്രാർത്ഥന നിങ്ങളെ പ്രത്യേകം ഓർത്തിട്ടുണ്ട് കേട്ടോ. ഇവരെ നമ്മളെ സഹോദരങ്ങൾ ഒന്ന് കാര്യം ചെയ്യാം. ഇന്നൊരു നന്മ പറഞ്ഞവരെയും ചൊല്ലി ഇന്നേരം ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ഫോർമേഷനൊക്കെ നന്നായി നടക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ഒരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കാവോ? നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പൊ രാവിലെയാണ് വീഡിയോ എടുക്കുന്നതെങ്കിലും വൈകുന്നേരത്ത് നിങ്ങളുടെ പ്രാർത്ഥന മുൻകൂട്ടി കണ്ടുകൊണ്ട് കർത്താവ് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. അഭിനന്ദ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് വരുന്നത്. ഏതായാലും ഒരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങനെ പ്രാർത്ഥന ചോദിക്കും. നിങ്ങൾ ടോക്ക് കേൾക്കുമ്പോൾ ഓൾറെഡി വെഞ്ചിരിപ്പ് കഴിഞ്ഞു. പക്ഷേ അത് അങ്ങനെ മുൻകൂട്ടി കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇത് കാണുമ്പോൾ എന്നെ അനുഗ്രഹിക്കും കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടൊരു ബ്രദർ എനിക്ക് ലെറ്റർ എഴുതി ഓർക്കാം. ആ ഓർമ്മയിലാണ് കേട്ടോ. മുൻകൂട്ടി കണ്ടൊക്കെ പ്രാർത്ഥിച്ചേക്കാം അല്ലേ? കർത്താവ് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 22-25 തലക്കെട്ടുകൾ. കെണിയിൽ കുടുങ്ങരുത് എന്നുള്ളതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു വചനഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ നിങ്ങളുടെ സുഭാഷിതങ്ങള് ആ ഒരു 22, 23, 24, 25 അധ്യായം അതൊക്കെ എല്ലാം നല്ലതാണ്, നല്ല വചനങ്ങൾ. ഇത് 25 അപ്പോ 22. അപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ് സഹോദരങ്ങളെ. കെണിയിൽ കുടുങ്ങരുന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ പറയാണ്, അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപിടിക്കുകയും കെണിയിൽ കുരുങ്ങുകയും ചെയ്യും. അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ചില പ്രത്യേക കോപശീലൻ, പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെയൊക്കെയുള്ള രോഷാകുലൻ, അവരോടൊക്കെ വലിയ കമ്പനി കൊടുക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ മിണ്ടരുത്, സ്നേഹിക്കരുത്. ഇപ്പോൾ വീട്ടിൽ ഒരാൾക്ക് ദേഷ്യം മറ്റേ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. അവസാനം വചനം കേട്ട് അടിയാകരുത്, അവരർത്ഥത്തിലല്ല. അവരോടുള്ള നിന്റെ ആ ഒരു ഓവറായിട്ടുള്ള ഒരു സംഗതിയും ബന്ധം അവർ പറയുന്നത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പോകുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അവന്റെ ശീലങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കരുതാണ്. മനുഷ്യ ബലഹീനതയുണ്ട്, കുറവുകളുണ്ട്, എല്ലാം പെർഫെക്റ്റ് ബീയിങ് ആരും ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ നമുക്കൊരു കൂട്ടായിട്ട് കിട്ടുമൊന്നുമില്ല. അത് കുടുംബജീവിതത്തിലും കിട്ടിയല്ല, സമൂഹ ജീവിതത്തിൽ എവിടെയും കിട്ടിയല്ല. കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ അവരോട് കൂടുമ്പോൾ അവരായിരിക്കുമ്പോൾ അറിയാതെ തന്നെ അവരുടെ ശീലങ്ങൾ കണ്ടുപിടിക്കാം. ഉദാഹരണം പറയാം. അത് ചെറിയ കുഞ്ഞുങ്ങളെ നോക്കിയേ, പാരന്റ്സ് ചെയ്യുന്നത് തന്നെ അവർ അനുകരിക്കുന്നത് കണ്ടിട്ടില്ലേ? പിന്നെ അതുപോലെ ആയിത്തീരും എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ അങ്ങനത്തെ വ്യക്തികളുടെ ചില ശീലങ്ങൾ കണ്ടുപഠിക്കാൻ സാധ്യതയുണ്ട്. അവസാനം എന്ത് ചെയ്യുന്ന പറയാം, അതേ പാപത്തിന്റെ കെണി നമ്മൾ കുരുങ്ങുകയും ചെയ്യും. പക്ഷെ അതിന് വലിയൊരു കെണിയുണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമുക്ക് സൗഹൃദങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ വേറെ ഒന്നും നമുക്ക് പറ്റിയല്ല. പക്ഷേ ആ ശീലങ്ങൾ കണ്ടുപഠിക്കരുത് നമ്മൾ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രോഷാകുലനായിരിക്കാം, അഹങ്കാരിയായിരിക്കാം, കോപശീലനായിരിക്കാം, അങ്ങനത്തെ ഒരുപാട് ബലഹീനതകളും കുറവുകളുള്ള മനുഷ്യർ, അവരോട് ജീവിക്കാതിരിക്കാൻ പറ്റിയല്ല. എനിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പറയപ്പെട്ട, പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ ആ ശീലങ്ങൾ കണ്ടുപഠിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ന്യായവിധിക്ക് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇനി അങ്ങനത്തെയുള്ള കൂട്ടുകൾ നമുക്ക് ഉള്ളപ്പോഴും അവരെ ശീലങ്ങൾ കണ്ട് പഠിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പൊ വചനം എല്ലാം മുൻകൂട്ടി തരുമല്ലേ? കർത്താവ് നമുക്ക് നന്ദി പറയാം അല്ലേ? നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഓരോരുത്തരിലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, PDMന്റെ ASMന്റെ ഒക്കെ കർത്താവെ ഉപകാരികളൊക്കെയാണല്ലോ ഈ വചനങ്ങൾ കേൾക്കുന്നത്. അഭ്യുദയ കാംക്ഷികളാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പല വിധത്തിൽ സഹായിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരൊക്കെയാണല്ലോ. അവരെല്ലാവരും ഓർത്ത് അനുഗ്രഹിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഇന്നിവിടെ ഒരു കർത്താവെ മകനെ ഒരു കൃപയുടെ കർമ്മം നടക്കുമ്പോൾ അതിന്റെ എല്ലാം ഒരു ഓഹരി കർത്താവെ കുടുംബാംഗങ്ങൾക്ക് എല്ലാം ലഭിക്കാൻ ഇടവരട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ പ്രത്യേക കൂട്ടായ്മയിൽ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ,
കർത്താവ് ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളിൽ കർത്താവ് അതിലെല്ലാം ഇവർക്ക് ഒരു പങ്കും കൊടുക്കണമെന്ന് ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ശംസിയാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.